ചൈതന്യ ചേർന്ന ക്ലാസ്സിലോട്ട് വന്നിട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിയിലെ അധ്യായം 10 ശ്ലോകം 86 മുതലാണ്. 10-ാം അധ്യായത്തെ 86-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. മാലിര ഇച്ഛായ ശാഖ ബഹുത ബാഡില, ബാഡിയ പശ്ചിമ ദേശേ സഭ ആച്ഛാദില. മാലിര ഇച്ഛായ ശാഖ ബഹുത ബാഡില, ബാഡിയ പശ്ചിമ ദേശേ സഭ ആച്ഛാദില. മാലിര ഇച്ഛായ ശാഖ ബഹുത ബാഡില, ബാഡിയ പശ്ചിമ ദേശ സഭ ആച്ഛാദില. ശബ്ദാർത്ഥം: മാലീര ഇച്ഛായ ഉദ്യാനപാലകന്റെ ഇച്ഛയാൽ ശാഖകൾ, ബഹുത അനേകം, ബാഡില വികസിച്ചു, ബാഡിയ അങ്ങനെ വികസിക്കുന്ന, പശ്ചിമ പാശ്ചാത്യ, ദേശ രാജ്യങ്ങൾ, സഭ എല്ലാ, ആച്ഛാദില മൂടി. വിവർത്തനം: ആ പരമോന്നതനായ ഉദ്യാനപാലകന്റെ ഇച്ഛയാൽ ശ്രീല രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും ശാഖകൾ പല ഇരട്ടി വളരുകയും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വികസിച്ച് മുഴുവൻ മേഖലയെയും ആവരണം ചെയ്യുകയും ചെയ്തു. ശ്ലോകം 87. ആ സിന്ധു നദീ തീര ആര ഹിമാലയ, വൃന്ദാവന മധുരാദി യഥതീർത്ഥഹയ. ശബ്ദാർത്ഥം: ആ സിന്ധു നദിയുടെ അതിർത്തിയിൽ, തീരം, ആര ഹിമാലയ പർവ്വതം, വൃന്ദാവനം, മധുര ആദിയായ, യഥ എല്ലാം, തീർത്ഥ സ്ഥലങ്ങൾ, ഹയ ഉണ്ട്. വിവർത്തനം: സിന്ധു നദിയുടെ അതിർത്തികളിലേക്കും ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വരകളിലേക്കും വികസിച്ച ഈ രണ്ട് ശാഖകളും വൃന്ദാവനവും മധുരയും ഹരിദ്വാറും പോലുള്ള എല്ലാ തീർത്ഥസ്ഥലങ്ങളും ഉൾപ്പെട്ട ഭാരതത്തിൽ ഉടനീളം വ്യാപിച്ചു. ശ്ലോകം 88. ദ്വൈശാഖാര പ്രേമഫലെ സകല ബാസില, പ്രേമഫല സ്വാദേ ലോക ഉന്മത്ത ഹൈല. ശബ്ദാർത്ഥം: ദ്വൈശാഖാര രണ്ട് ശാഖകളുടെയും, പ്രേമഫലം, സകല എല്ലാ, ബാസില കവിഞ്ഞൊഴുകി, പ്രേമഫലം ആസ്വാദേ രുചിക്കുന്നതിലൂടെ, ലോക എല്ലാ ജനങ്ങളും, ഉന്മത്ത ഭ്രാന്തർ, ഇല ആയി തീർന്നു. വിവർത്തനം: ഈ രണ്ട് ശാഖകളിലും അങ്കുരിച്ച ഭഗവത് പ്രേമഫലങ്ങൾ സമൃദ്ധമായി വിതരണം ചെയ്യപ്പെട്ടു. ഈ ഫലങ്ങൾ ആസ്വദിച്ച എല്ലാവരും അതിനായി ഉന്മത്തരായി പാഞ്ഞു. ശ്ലോകം 89. പശ്ചിമേ രലോക സഭ മൂഢ അനാചാര, താഹാൻ പ്രാചാരീല ദോൻഹേ ഭക്തി സദാചാര. ശബ്ദാർത്ഥം: പശ്ചിമേലെ പടിഞ്ഞാറ് ഭാഗത്ത്, ലോക ജനങ്ങൾ, സഭ എല്ലാം, മൂഢ ബുദ്ധി കുറഞ്ഞവർ, അനാചാര നന്നായി പെരുമാറാത്തവർ, താഹാൻ അവിടെ, പ്രചരിപ്പിച്ചു, ദോൻഹേ ശ്രീല രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും, ഭക്തിയുത സേവനം, സദാചാരി. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി ഗോസ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഭാരതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജനങ്ങൾ പൊതുവെ ബുദ്ധിയുള്ളവരോ സദാചാരികളോ ആയിരുന്നില്ല. പക്ഷേ രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും സ്വാധീനത്താൽ അവർ ഭക്തിയിലും സദാചാരത്തിലും പരിശീലിക്കപ്പെട്ടു. ഭാവാർത്ഥം: ഭാരതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ജനങ്ങൾ മുസ്ലിങ്ങളുമായുള്ള സഹവാസത്താൽ മലിനപ്പെട്ടവരാണെങ്കിലും ഇനിയും കൂടുതൽ പശ്ചിമ ഭാഗത്തേക്ക് പോകുന്ന ഒരുവന് ജനങ്ങൾ വൈദിക സംസ്കാരത്തിൽ നിന്ന് കൂടുതൽ പതനം സംഭവിച്ചവരാണെന്ന് കാണാൻ കഴിയും. 5000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകം മുഴുവൻ പരീക്ഷിത്ത് മഹാരാജാവിന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ വൈദിക സംസ്കാരം എല്ലായിടത്തും നിലനിന്നിരുന്നു. ക്രമേണ ജനങ്ങൾ അവൈദിക സംസ്കാരത്താൽ സ്വാധീനിക്കപ്പെടുകയും അവർക്ക് ഭക്തിയുത സേവനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന കാഴ്ചപ്പാട് ഇല്ലാതായി തീരുകയും ചെയ്തു. ശ്രീല രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ദയാപൂർവം പശ്ചിമ ഭാരതത്തിൽ ഭക്തി സമ്പ്രദായം പ്രചരിപ്പിച്ചു. അവരുടെ കാലടികൾ പിന്തുടർന്ന് ചൈതന്യ സമ്പ്രദായത്തിന്റെ പ്രചാരകർ പാശ്ചാത്യ രാജ്യങ്ങളിൽ സങ്കീർത്തന പ്രസ്ഥാനം വ്യാപിക്കുകയും
വൈഷ്ണവാചാരം സ്ഥാപിക്കുകയും അപ്രകാരം മുമ്പ് മ്ലേച്ഛന്മാരുടെയും യവനന്മാരുടെയും സംസ്കാരം സ്ഥിരിച്ചിരുന്ന ധാരാളം വ്യക്തികളെ പരിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഞങ്ങളുടെ എല്ലാ ഭക്തന്മാരും അവരുടെ പഴയ ശീലങ്ങളായിരുന്ന അവിഹിത ലൈംഗിക ജീവിതവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും മാംസഭക്ഷണവും ചൂതാട്ടവും പാടെ വർജിച്ചവരാണ്. തീർച്ചയായും 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ശീലങ്ങൾ ഭാരതത്തിൽ അപരിചിതമായിരുന്നു. കുറഞ്ഞ പക്ഷം കിഴക്കൻ ഭാരതത്തിലെങ്കിലും. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഭാരതത്തിൽ എല്ലാവരും ഈ അവൈദിക തത്വങ്ങളുടെ ഇരകളായിരിക്കുന്നു. ഭരണകൂടമാകട്ടെ ചിലപ്പോൾ ഇവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിസ്തപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗണനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ ചാഗാൻവിതാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീലയിലെ 10ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിന്റെ പേരാണ് ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ. അപ്പൊ അതില് നമ്മൾ പല പല ശാഖകളെ പറ്റി ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ മെയിനായിട്ടും നമുക്കറിയാം ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ സങ്കീർത്തന പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ച മെയിൻ ആയിട്ടുള്ള 2 വ്യക്തികൾ എന്ന് പറയുന്നത് നമുക്കറിയാം രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയുമാണ്. അപ്പം ഇതില് നമുക്ക് ഇന്നത്തെ നമ്മൾ വായിച്ച ശ്ലോകങ്ങൾ അറിയാൻ സാധിച്ചു അല്ലെ. നമുക്ക് എങ്ങനെയാണ് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും അവര് പ്രചരണാർത്ഥം അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് അവർ പ്രചരണം ചെയ്ത് ഒരുപാട് ആൾക്കാരെ അവര് ഭക്തിയിലോട്ട് കൊണ്ടുവന്നു. കാരണം നമുക്കറിയാം ഇന്നും നമുക്ക് ഈ ഇസ്കോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രൂപാനുഗ എന്നാണ് പറയുക അല്ലെ. നമ്മൾ രൂപ ഗോസ്വാമിയുടെ ഫോളോവേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം വെച്ചാൽ രൂപ ഗോസ്വാമിയുടെ കോൺട്രിബ്യൂഷൻ ആണ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ രൂപ ഗോസ്വാമി ഡിസൈൻ ചെയ്ത ആ ഭക്തിയെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു നമ്മൾ ഇന്നത്തെ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അവര് പല പല സ്ഥലങ്ങളിലോട്ട് പോയി. അപ്പം അവര് അഹൈതുകമായിട്ട് ഈ കാരുണ്യം എല്ലാവർക്കും കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പം അങ്ങനെ 2 ശാഖകളായിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് രൂപ ഗോസ്വാമിയും വേറൊന്ന് സനാതന ഗോസ്വാമി എന്നീ ശാഖകളാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതില് കാണാൻ സാധിക്കുന്ന ഇതിൽ പറയുന്നു, ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ആ സമയത്ത് നമ്മൾ ഭാരതത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം പൊതുവെ അവിടുത്തെ ആൾക്കാർ അത്രയും കൾച്ചേർഡ് അല്ലെങ്കിൽ അത്രയും ബുദ്ധിയുള്ളവരായിരുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അവരെന്തായിരുന്നു, അവര് പൊതുവെ അവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഭാരതത്തിന്റെ സംസ്കാരം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കലിയുഗത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് സമയം വരയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും വൈദിക സംസ്കാരം ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. പിന്നെ കാലക്രമേണ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡിഗ്രേഡ് ചെയ്ത് വരികയാണ് ചെയ്തത്. നമുക്കറിയാം ഈവൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ പ്രസ്ഥാനത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാരല്ലേ, ചാന്ദ് ഗാസി അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലും അതുപോലെ തന്നെ അന്നും ഈ പാശ്ചാത്യ ഭാഗത്തുള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജനങ്ങൾ പൊതുവെ അവര് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞാലും ബാക്കിയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരായിട്ട് സഹവാസത്താൽ അവര് ഒരുപാട് മലിനീകരപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു വൈദിക സംസ്കാരത്തിനെ വീണ്ടും പുനരുദ്ധാരിക്കാൻ വേണ്ടിയിട്ടാണ് രൂപഗോസ്വാമി അങ്ങനെ അവർ അവിടെ പോയിട്ടൊക്കെ അവർ പ്രചരണം ചെയ്തത് എന്ന് അറിയാൻ സാധിച്ചു. കാരണം ആക്ച്വലി ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം ഏന ഭൂതലെ എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സിലുള്ള ആ ഇഷ്ടത്തിനെ സ്ഥാപിച്ചതാരാണ്? സ്വയം രൂപകഥാമി ദദാന്തിശ പദാന്തികം. അപ്പൊ രൂപഗോസ്വാമിയാണ് ആ ആഗ്രഹത്തിന് കൊണ്ടുവന്നത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രയാഗിൽ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്കും രൂപഗോസ്വാമിക്കൊക്കെ അവിടെ അവര് ഈ ഭാഗവതത്വത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വൃന്ദാവനവും ഇന്ന് കാണുന്ന നമുക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. കാരണം അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തത് എവിടേക്കാണ് ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങൾ എവിടെയാണെന്നും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ഗ്രന്ഥം
എഴുതിപ്പിച്ചതൊക്കെ ഈ ചൈതന്യ മഹാപ്രഭു, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി കൊണ്ടാണ്. ഒരു ആചാര്യന്റെ കാരുണ്യമില്ലാതെ നമുക്ക് ഒരിക്കലും ഭക്തിയിൽ മുന്നേറാൻ സാധിക്കില്ല. കാരണം ആ ആചാര്യന്മാര് അത്രയും അവരുടെ ജീവിതം മാറ്റിവെച്ച് ബാക്കിയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ, എന്താണ് ഭഗവത് ഭക്തി എന്നും കലിയുഗത്തിലുള്ള വ്യക്തികൾ ഭഗവാനെ മറന്ന് കഷ്ടപ്പെടുകയാണെന്നും ഈ കഷ്ടത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാന്നുള്ള കാര്യങ്ങൾ ഭക്തിയുടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ ജീവിതം അവർ മാറ്റിവെക്കുകയും അങ്ങനെ അവരെ പ്രസന്നം ചെയ്താണ് ബാക്കിയുള്ള വ്യക്തികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനങ്ങള് എന്താണ് റിയൽ ആയിട്ടുള്ള കൃഷ്ണഭക്തി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ഈ ഒരു ഭാവത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ വൈദിക സംസ്കാരം കാലക്രമേണ നമുക്ക് അറിയാൻ സാധിച്ചത് അത് പാശ്ചാത്യ ദേശത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണം അത് ഡിഗ്രേഡ് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർക്ക് എന്താണ് ഭക്തി എന്നോ എന്താണ് നമ്മുടെ സംസ്കാരം എന്നോ എന്നൊക്കെ നമുക്ക് അത് കലിയുഗം പ്രോഗ്രസ് ആവുന്നത് കൊണ്ട് അത് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ചൈതന്യ മഹാപ്രഭു അവതരിച്ച ശേഷമുള്ള ആദ്യത്തെ 10,000 വർഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഗോൾഡൻ ഏജ്, സുവർണ കാലഘട്ടം എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു 10,000 വർഷത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉള്ളത് കൊണ്ട് ഈ ഒരു സമയത്തിൽ ജനിച്ച ജീവാത്മാക്കൾക്ക് അവർക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് ഭക്തിയുഗ സേവനം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഇനി കലിയുഗത്തിൽ നമുക്ക് അറിയാം, അതിലിപ്പോ ഒരു 5,000 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. 4,32,000 വർഷങ്ങളിൽ 5,000 വർഷം മാത്രമേ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. ഇനി 4,27,000 വർഷങ്ങൾ കൂടിയുണ്ട്. അപ്പൊ അതിൽ അത്രയും ധർമ്മം അധപതിച്ച് പോകുമെന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു നമ്മളെല്ലാവരുടെയും വലിയൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ഫോർച്യൂൺ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് അവതരിക്കാൻ സാധിച്ചത്. കാരണം നമുക്ക് അറിയാൻ സാധിക്കും, ശാസ്ത്രങ്ങൾ പറയുന്നു ബ്രഹ്മദേവന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 311 ട്രില്യൺ ഇയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അത്രയും വലിയൊരു ഇതായിട്ടാണ് വരുന്നത്. ആ ഒരു ദിവസത്തിൽ അങ്ങനെ ആ ഒരു ദിവസത്തിൽ ഒരു തവണയാണ്, അല്ലെ, നമ്മൾ അങ്ങനത്തെ ഒരു 100 ഈ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരം, കലിയുഗം, അങ്ങനെ ഒരു 1000 സൈക്കിളോളാണ് വരുന്നത്. അങ്ങനെ ചതുർയുഗത്തിന്റെ ആ 1000 സൈക്കിളുകളിൽ ഒരു സൈക്കിളിലാണ് ഒരു ചതുർയുഗ സൈക്കിളിലാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത്. അപ്പൊ ഏത് ദ്വാപരയുഗത്തിലാണോ ആ ഒരു സൈക്കിളിൽ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് വരുന്ന കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു തവണയാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇത്രയും കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ ആ ഒരു ഒരു പർട്ടിക്കുലർ ആ ഒരു ചതുർയുഗത്തിലാണ് കൃഷ്ണൻ ദ്വാപരയുഗത്തിൽ അവതരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കലിയുഗത്തിൽ അവതരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി അറിയാൻ സാധിക്കും നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കലിയുഗത്തിൽ, അല്ലെ, നമ്മൾ അവതരിച്ചു. അത് തൊട്ട് മുന്നത്തെ ദ്വാപരത്തിൽ കൃഷ്ണൻ അവതരിച്ചു, ഈ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുകയാണ്. അപ്പം അതിൽ നമുക്ക് നമുക്ക് ആക്ച്വലി നമുക്ക് ജനിക്കാൻ പറ്റിയതും വലിയൊരു കാരണമാണ്. അതിനെക്കാട്ടും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സങ്കീർത്തന പ്രസ്ഥാനത്തെ പറ്റി അറിയാൻ സാധിച്ചതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണഭൂതം എന്ന് പറയുന്നതും ഈ ചൈതന്യ മഹാപ്രഭുവും പിന്നെ അതുപോലെ തന്നെ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമിയാണ്. കാരണം അവരാണ് ശരിക്കും ഈ ഭക്തിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കാരണം അന്ന് പല ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പലപ്പോഴും എഴുതിയ പോലെ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് അതിനെ എഴുതിയെടുത്ത് അതുപോലെ നമുക്ക് ഭക്തി രസാമൃത സിന്ധു, പിന്നെ ഉപദേശാമൃതം എന്ന ഈ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഒരു വ്യക്തിക്ക് ഭക്തി എങ്ങനെ പരിശീലിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ആചാര്യന്മാരുള്ളത് കൊണ്ടാണ് ഇന്നും നമുക്ക് ഭക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ കലിയുഗത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം നമുക്കറിയാം, അല്ലെ, എവിടെ നോക്കിയാലും നമുക്ക് ഒരു സംസ്കാരം ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക. കൂടുതൽ എത്രത്തോളം നമ്മുടെ സംസ്കാരത്തിന് മറന്നുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള സംസ്കാരത്തിനെ നമ്മൾ ഏറ്റെടുക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലെ. അപ്പൊ നമുക്കറിയാം ശീല പ്രഭുപാദ് അദ്ദേഹം ആക്ച്വലി അദ്ദേഹം ലണ്ടനിൽ പോയ സമയത്ത്, UK പോയ സമയത്ത് പ്രചരണാർത്ഥം അദ്ദേഹം പോയി. അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരവിടെ അമ്പലമൊക്കെ പണിത് ഇത് ചെയ്തു. അപ്പം പോയ സമയത്തും ഒരു ന്യൂസ് റിപ്പോർട്ടറും അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ചാലഞ്ചിങ് മോഡിൽ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഇവിടെ വന്നത് ബാക്കിയുള്ള ഇന്ത്യക്കാരെ പോലെ അല്ല, എനിക്ക് എന്തെങ്കിലും ഇവിടെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാനോ അങ്ങനെ ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് എടുത്ത് കട്ടുകൊണ്ടുപോയി, പക്ഷെ നിങ്ങൾ ഒരു കാര്യം മറന്നിരിക്കുകയാണ്. ആ മറന്നുപോയ ഒരു കാര്യം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു. ഞാൻ ആ കൃഷ്ണഭക്തി, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്കിവിടെ ശീല പ്രഭുപാദ് എന്ന് റിപ്ലൈ കൊടുത്തത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം ഭഗവാനെ മറന്നുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പശുതുല്യത്തിന് സമാനമാണെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പം അത് നമ്മൾ പലപ്പോഴും പല വ്യക്തികളും ഈ കൃഷ്ണാവധ പ്രസ്ഥാനത്തിൽ വന്നതും പൂർണ്ണമായിട്ട് നമ്മൾ ആത്മീയമായിട്ട് അറിയണം എന്ന് ആഗ്രഹം പൂർണ്ണമായിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതോ ഭക്തന്മാരുടെയും
ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ആ ഒരു ഭാഗ്യത്തിന് നമ്മൾ മനസ്സിലാക്കുക, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാരുണ്യമല്ല, എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ കാരുണ്യത്തിന് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ കാരുണ്യത്തിൽ കിട്ടിയ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതിനെ പ്രാവർത്തികമാക്കുക ജീവിതത്തിൽ. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ അതിനെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യത്തിലൂടെയാണ് നമുക്ക് ആ കാരുണ്യത്തെ നടത്താൻ സാധിക്കുക. കാരണം ഭഗവാൻ നോക്കുന്നത് ഒരു വ്യക്തിക്ക് കാരുണ്യം കൊടുത്തു, എന്നിട്ടും അദ്ദേഹം അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ വ്യക്തി കാരുണ്യം കൊടുക്കുന്നതെന്ന് ഭഗവാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഇനീഷ്യലി നമുക്ക് ചിലപ്പം ഭക്തിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം ഇതൊക്കെ തോന്നും ഇനീഷ്യലി ഫസ്റ്റ് നമുക്ക് വരുമ്പോൾ. പിന്നെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു ഫെമിലിയാരിറ്റി കാരണം നമുക്ക് അതിനൊരു ആ പുതുമ നഷ്ടപ്പെടും പലപ്പോഴും. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭഗവാൻ പറഞ്ഞു വെച്ചാൽ ഇനീഷ്യലി ഒരു വ്യക്തി നമ്മൾ ഭക്തിയിലോട്ട് വരുമ്പോഴും അദ്ദേഹത്തിന് ഭഗവാൻ ആ ഒരു രുചി കൊടുക്കുകയാണ്. കാരണം ഈ വ്യക്തി ഇപ്പോ പുതുതായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ഭക്തന്മാരെ കാണുന്നു, വിഗ്രഹത്തിനെ കാണുന്നു, പ്രസാദം കഴിക്കുന്നു, അമ്പലത്തിൽ പല വ്യക്തികൾ സേവനം ചെയ്യുന്നു, എല്ലാവരും നന്മകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. പക്ഷെ കാലക്രമേണ നമ്മുടെ കണ്ടീഷനിങ് കാരണമാണ് നമ്മൾ പല പല തെറ്റുകൾ നമ്മുടെ മനസ്സിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഇപ്പൊ ഏതൊരു വ്യക്തിയാണോ ആ കാരുണ്യത്തിനെ പിടിച്ചുകൊണ്ട് മുകളിലോട്ട് കയറുന്നത്, ആ വ്യക്തിക്കാണ് ഭഗവാന്റെ കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കുക. അല്ലെ, നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു പൊട്ടക്കിണറിൽ കിടക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ഒരു വ്യക്തി കയറിട്ട് കൊടുക്കും. കയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് ആ വ്യക്തിയെ താഴെ കിടക്കുന്ന വ്യക്തി ആ കയറ് വന്നു കഴിഞ്ഞാൽ കയറ് പിടിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് മുകളിലോട്ട് കയറാൻ സാധിക്കുക. ഈ മുകളിലുള്ള വ്യക്തിക്ക് പറയും നീ ഈ കയറിനെ പിടിക്കുമോ, മുകളിൽ വരും എന്ന് പറയും. പക്ഷെ ആ വ്യക്തി ഇപ്പോഴും ചിന്തിക്കണില്ല, എനിക്ക് കയറിനെ പിടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും കാരുണ്യം കിട്ടില്ല. അതുപോലെ തന്നെ ഭഗവാന്റെ കാരുണ്യം എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏതൊരു വ്യക്തിയാണോ അതിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈക്കുമ്പിളിൽ ആ കാരുണ്യം എടുക്കാം, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ അതിനെ കാരുണ്യത്തിന് എടുക്കാം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അല്ലെ, അപ്പൊ നമ്മള് എപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്ന പോലെ തന്നെയാണ്, നമ്മളൊരു ഒരു മുറിയിൽ നമ്മളിപ്പം ഇരിക്കുകയാണ്, അല്ലെ. അപ്പൊ ഒരു മുറിയിൽ ഇരുന്നിട്ട് നമ്മള് എല്ലാ ജനലും വാതിലൊക്കെ അടച്ച് കർട്ടനൊക്കെ ഇട്ട് ഇരുന്നിട്ട് നമ്മൾ പറയുകയാണ് ഇവിടെ വെളിച്ചമേ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെളിച്ചം വരാതിരിക്കാൻ വേണ്ടി എല്ലാ സന്നാഹങ്ങളും ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് വെളിച്ചം വരാത്തത്. അതേസമയത്ത് നമ്മൾ ആ ജനലും തുറന്നു കഴിഞ്ഞാൽ വെളിച്ചം ഇവിടെ വരും. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ കാരുണ്യം. നമ്മൾ പലപ്പോഴും പറയും ഭഗവാന്റെ കാരുണ്യം ഇല്ല, കാരുണ്യം കിട്ടുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ഭഗവാന്റെ കാരുണ്യം ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ കാരുണ്യത്തിന് കാണുന്നു എന്നുള്ളതാണ് കാര്യം. നമുക്ക് എത്രത്തോളം കാരുണ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന അനുസരിച്ച് ഭഗവാൻ നമുക്ക് ആ കാരുണ്യം തരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പം ഈ അപ്പൊ അദ്ദേഹം രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയാണ് അങ്ങനെ അവരെ പ്രചരണം ചെയ്ത് അന്ന് ആ പാശ്ചാത്യ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവര് ഭക്തി മറന്ന ആൾക്കാരെ കൂടി ഭക്തിയിലോട്ട് അവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് ആചാര്യന്മാരുടെ കാരുണ്യം എന്ന് പറയുന്നത്. കാരണം കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി, നമുക്ക് ആക്ച്വലി നമ്മൾ ഡിസർവ് ചെയ്യാത്ത ഒരു കാര്യത്തിന് കിട്ടുന്നതാണ് കാരുണ്യം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി അത് അങ്ങനത്തെ ഒരു കാര്യം കിട്ടാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷെ എന്നാലും അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു കാരുണ്യം, അവരുടെ ഒരു സന്മനസ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ കാരുണ്യവും രണ്ട് കാര്യമാണ് ഭക്തിയിൽ വരെ നമുക്ക് ആവശ്യം. ഒന്ന് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രണ്ടാമത് ഞാൻ പഠിക്കാം. ഇത് രണ്ടും കൂടി ഉള്ളവർക്കാണ് ആക്ച്വലി അച്ഛമ്മയ്ക്കും കൂടെ കൊടുക്കണം. അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. ശ്ലോകം 90. ശാസ്ത്രദൃഷ്ടേ കൈല ലുപ്ത തീർത്ഥേര ഉദ്ധാര വൃന്ദാവനെ കൈല ശ്രീമൂർത്തി സേവാര പ്രചാര. ശബ്ദാർത്ഥം: ശാസ്ത്രദൃഷ്ടേ, ശാസ്ത്ര നിർദ്ദേശങ്ങൾ അനുസരിച്ച്, കൈല ചെയ്തു, ലുപ്ത വിസ്മരിക്കപ്പെട്ട, തീർത്ഥേര തീർത്ഥസ്ഥലങ്ങൾ, ഉദ്ധാരണം, വൃന്ദാവനത്തിൽ കൈല ചെയ്തു, ശ്രീമൂർത്തി സേവാര ആരാധനയുടെ പ്രചരണം, വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകർമാമൂർത്തി ശേഷിമത് അഭയചരണാരവിന്ദ ഭക്തിവ സമശീല പ്രഭുപാദ കീ ജയ്. വിവർത്തനം: രണ്ട് ഗോസ്വാമിമാരും ശാസ്ത്രങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വൃന്ദാവനത്തിലെ നഷ്ടപ്പെട്ട തീർത്ഥ സ്ഥലങ്ങൾ പുനരുദ്ധീകരിക്കുകയും വിഗ്രഹ ആരാധനയ്ക്ക് തുടക്കം കൊടുക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ഇന്ന് നാം കാണുന്ന രാധാകുണ്ഡത്തിന്റെ സ്ഥാനം ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് ഒരു കൃഷി നിലമായിരുന്നു. അവിടെ ചെറിയൊരു ജലശേഖരണി ഉണ്ടായിരുന്നു. ശ്രീചൈതന്യ മഹാപ്രഭു അവിടെ സ്നാനം ചെയ്യുകയും യഥാർത്ഥത്തിൽ രാധാകുണ്ഡം നിന്നിരുന്നത് ആയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീല രൂപ സനാതന ഗോസ്വാമിമാർ രാധാകുണ്ഡത്തെ പുനഃസ്ഥാപിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ട തീർത്ഥ സ്ഥലങ്ങളെ ഗോസ്വാമിമാർ പുനരുദ്ധരിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതിന് ഉജ്ജ്വലമായ ഒരു ഉദാഹരണമാണിത്. അതുപോലെ ഗോസ്വാമിമാരുടെ ഉദ്യമത്തിലാണ്
വൃന്ദാവനത്തിലെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടത്. മൗലികമായി വൃന്ദാവനത്തിൽ 7 സുപ്രധാന ഗൗഡിയ വൈഷ്ണവ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. മദനമോഹന ക്ഷേത്രം, ഗോവിന്ദ ക്ഷേത്രം, ഗോപിനാഥ ക്ഷേത്രം, ശ്രീ രാധാരമണ ക്ഷേത്രം, രാധാ ശ്യാമസുന്ദര ക്ഷേത്രം, രാധാ ദാമോദര ക്ഷേത്രം, ഗോകുലാനന്ദ ക്ഷേത്രം എന്നിവ. അപ്പം ഇതില് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഗോസ്വാമിമാരുടെ കോൺട്രിബ്യൂഷൻസ് അല്ലെ, അവര് നമുക്ക് തന്ന കാരുണ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? അപ്പൊ ശാസ്ത്രങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരെന്ത് ചെയ്തു? അപ്പം നമുക്കറിയാം ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ടും ഭഗവാന്റെ ലീലകളും ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് ആചാര്യന്മാർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിനെ ഈ തീർത്ഥ സ്ഥലങ്ങൾ ഇതിനെ പുനരുദ്ധീകരിക്കണം എന്നുള്ളതാണ് ആ ഒരു മിഷനാണ് ചൈതന്യ അവരെ ഏൽപ്പിച്ചത്. കാരണം നാളെ വരുന്ന വ്യക്തികൾക്ക് അല്ലെ, നമുക്ക് ശാസ്ത്രങ്ങൾ വായിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഭഗവാന്റെ ലീലാ സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാൽ ഭഗവാനും ഭഗവാന്റെ ലീലാ സ്ഥലങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം ഭഗവാന്റെ ധാമം അത് ആക്ച്വലി റിയലി എന്താണ് വൃന്ദാവനം, ആ ധാമം തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിൽ അവിടുത്തെ ലീലകൾ നടന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അത് നമ്മൾ പുനരുദ്ധീകരിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭക്തന്മാർക്ക്, വരാൻ പോകുന്ന ആൾക്കാർക്ക് കൂടി ഭഗവാന്റെ അടുത്തുള്ള ഭക്തി മുന്നേറാനും അവർക്ക് ഭഗവാനെ പറ്റിയുള്ള ആ ഒരു അതിൽ വിശ്വാസം കൂടാനും അത് സഹായിക്കുന്നു. മനസ്സിലായിക്കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവരെ ഈ ഒരു ഉദ്യമം ഏൽപ്പിച്ചത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ കാലഘട്ടത്തിന് മുമ്പ് രാധാകുണ്ഡം, ശ്യാമകുണ്ഡം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ശാസ്ത്രത്തിലുള്ള ഒരു സ്ഥലം മാത്രമായിട്ടായിരുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭുവാണ് ആ ഒരു കൃഷിസ്ഥലമായ ഒരു സ്ഥലത്തിൽ പോയി അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഈ സ്ഥലമാണ് ശരിക്കും രാധാകുണ്ഡവും ശ്യാമകുണ്ഡം എന്ന് പറഞ്ഞ് രൂപഗോസ്വാമി, സനാതന ഗോസ്വാമിമാരാണ് നമുക്ക് അത് തന്നത്. കാരണം നമ്മൾ അറിയാം, അപ്പൊ ഒരു ഗൗഡിയ വൈഷ്ണവനെ അപേക്ഷിച്ച് നമുക്കറിയാം ഈ ഒരു ഭൂമിയിൽ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിൽ നമുക്ക് ഭക്തി പ്രദാനം ചെയ്യുന്ന സ്ഥലമാണ് രാധാകുണ്ഡവും ശ്യാമകുണ്ഡം എന്ന് പറയും. അപ്പൊ അത്രയും ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അത് നമുക്ക് കോൺട്രിബ്യൂഷൻ തന്നതും ഈ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമിമാരാണ്. അപ്പൊ അങ്ങനെ അവര് ഈ ഒരു മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവര് ഈ 2 സ്ഥലങ്ങൾ അവര് പുനഃസ്ഥാപിച്ചത്. അപ്പൊ അങ്ങനെ ഒരുപാട് നഷ്ടപ്പെട്ട തീർത്ഥ സ്ഥലങ്ങളും ഇതൊക്കെ അവര് വൃന്ദാവനത്തിൽ പോയി ഇരുന്ന് അതിനെ കണ്ടുപിടിച്ച് അവര് നമുക്ക് തരികയാണ് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് വൃന്ദാവനത്തിൽ പോയാൽ നമുക്ക് അറിയുന്ന ഷഡ്ഗോസ്വാമിയുടെ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ഈ ക്ഷേത്രങ്ങളൊക്കെ, അപ്പൊ അവിടെ വിഗ്രഹ ആരാധനയൊക്കെ അതിന് വീണ്ടും തുടക്കം കുറിക്കുകയും അതൊക്കെ തന്നത് ഇവര് ഗോസ്വാമിമാരാണ്. ആക്ച്വലി വൃന്ദാവനത്തിന്റെ ആ റിയൽ ഇതിലോട്ട് കൊണ്ടുവന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇന്ന് നമുക്ക് 5000-ൽ കൂടുതൽ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ. പക്ഷെ ഈ ഇത്രയും ക്ഷേത്രങ്ങൾ വരുന്നതിന് പിന്നിലുള്ള കാരണം തന്നെ ഗോസ്വാമിമാരാണ്. കാരണം അവരാണ് ഭഗവാന്റെ ലീലാ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഭഗവാൻ ലീലകൾ ആടിയ സ്ഥലങ്ങളും ഭഗവാന്റെ ആ കാരുണ്യം നമുക്ക് ഈ ധാമത്തിലൂടെ തന്നതും അവരാണ്. അപ്പൊ നമുക്ക് എല്ലാവരും അറിയാം വൃന്ദാവനം പോകുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോ പോയാലും നമുക്കറിയാം മെയിൻ ആയിട്ട് നമ്മൾ പോകേണ്ട സ്ഥലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഗോസ്വാമിമാരുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആക്ച്വലി ശീല പ്രഭുപാദ് പറയുന്നത് ആക്ച്വലി നമ്മൾ ശരിക്കും ഇസ്കോൺ വൃന്ദാവന ക്ഷേത്രം തന്നെയാണ് ശരിക്കും ശരിക്കും ഈ സ്പിരിച്വൽ നമ്മൾ ഈ വേൾഡിന്റെ ഹബ്ബ് എന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. കാരണം ആ കൃഷ്ണബലരാമ ക്ഷേത്രത്തിനകത്ത് രാധാകുണ്ടും ശ്യാമകുണ്ടും എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. ഈവൻ ഇഫ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ വൃന്ദാവൻ പോയാൽ ഫസ്റ്റ് നമ്മൾ ദർശനം എടുക്കേണ്ടത് പ്രഭുപാദ് നമുക്ക് തന്ന ഈ വൃന്ദാവനത്തിലെ മനോഹരമായിട്ടുള്ള ശ്രീ കൃഷ്ണബലരാമ ക്ഷേത്രം തന്നെയാണ് ആക്ച്വലി അവിടെ തന്നെയാണ്. കാരണം പ്രഭുപാദിന്റെ സമാധിയും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൃഷ്ണബലരാമന്റെ ദർശനവും രാധാ ശ്യാംസുന്ദർ ഗൗർനിത്തായുടെ ദർശനം നമുക്ക് അവിടെ എടുക്കാം എന്നതാണ്. പിന്നെ അത് ദർശനം എടുത്ത ശേഷം നമുക്ക് ഈ ഗോസ്വാമിമാരുടെ നമുക്ക് പല പല അമ്പലങ്ങൾ നമുക്ക് ഉണ്ട്. അങ്ങനെ ആ സുപ്രധാനമായിട്ടുള്ള 7 അമ്പലങ്ങൾ നമുക്ക് പോയി ദർശനം എടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്ലോകം 91. മഹാപ്രഭുര പ്രിയ വൃത്യ രഘുനാഥദാസ സർവ്യത്യജി കൈല പ്രഭുര പദ തലേ വാസ. ശബ്ദാർത്ഥം: മഹാപ്രഭുര, ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രിയപ്പെട്ട ഭൃത്യൻ രഘുനാഥദാസ ഗോസ്വാമി, സർവ്യത്യജി എല്ലാം പരിത്യജിച്ച്, കൈല ചെയ്തു, പ്രഭുര ഭഗവാന്റെ പദതലെ പാദങ്ങളുടെ ആശ്രയത്തിൽ വസിക്കുക. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് ഭക്തിവത്സവ ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ചൈതന്യ വൃക്ഷത്തിന്റെ 46ാമത്തെ ശാഖയായ ശീല രഘുനാഥദാസ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരിൽ ഒരുവനായിരുന്നു. അദ്ദേഹം സർവ്വവും ത്യജിച്ച് മഹാപ്രഭുവിനെ ശരണം പ്രാപിച്ച് അവിടുത്തെ പാദാശ്രയത്തിൽ വസിച്ചു. ഭാവാർത്ഥം: ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു. ശ്രീല രഘുനാഥദാസ ഗോസ്വാമി ഏതാണ്ട് ശകാബ്ദം 1416 AD 1494 ഒരു കായസ്ഥ കുടുംബത്തിൽ അന്നത്തെ ജമീന്ദാറായിരുന്ന ഹിരണ്യ മജുംദാറിന്റെയും ഇളയ സഹോദരൻ ഗോവർദ്ധന മജുംദാറിന്റെയും പുത്രനായി ജനിച്ചു. അദ്ദേഹം ജന്മമെടുത്ത ഗ്രാമം
ശ്രീകൃഷ്ണപുരം എന്നറിയപ്പെടുന്നു. കൽക്കത്തയ്ക്കും വർദ്ധമാനും ഇടയ്ക്ക് തൃശാകബല തൃശാബ തൃശാബക ഇപ്പോൾ ആദിസപ്ത ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് 1.5 മൈൽ അകലെയാണ് ശ്രീ രഘുനാഥദാസ് ഗോസ്വാമിയുടെ പിതൃഗ്രഹം സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമം. ഒരു ശ്രീ ശ്രീ രാധാഗോവിന്ദ ക്ഷേത്രം ഇപ്പോഴും അവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ മുന്നിൽ വിശാലമായ ഒരു തുറന്ന സ്ഥലമുണ്ടെങ്കിലും ഭക്തജനങ്ങൾക്ക് ഒത്തുചേരാൻ ഒരു വലിയ ഹാളില്ല. സിംല പ്രവിശ്യയിൽ താമസിക്കുന്ന കൽക്കത്തക്കാരനും ധനികനും മാന്യനുമായ ഹരിചരണ ഘോഷ് എന്ന വ്യക്തി സമീപകാലത്ത് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കുകയുണ്ടായി. ക്ഷേത്രഭൂമിക്ക് മുഴുവൻ ചുറ്റുമതിലുണ്ട്. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് ക്ഷേത്രത്തോട് തൊട്ട് തന്നെ ചെറിയ ഒരു മുറിയും അതിൽ ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി വിഗ്രഹ ആരാധന നടത്താൻ പതിവായി ഇരിക്കാറുണ്ടായിരുന്ന ഒരു ഫലകവുമുണ്ട്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി അന്തർധാനപ്പെട്ടു പോകുന്ന സരസ്വതി നദിയുമുണ്ട്. ശ്രീല രഘുനാഥദാസ ഗോസ്വാമിയുടെ പിതാമഹന്മാരെല്ലാം വൈഷ്ണവരും വളരെ ധനികരുമായിരുന്നു. യദുനന്ദൻ ആചാര്യനായിരുന്നു അദ്ദേഹത്തിന്റെ കുലത്തിലെ ആധ്യാത്മിക ഗുരു. രഘുനാഥദാസൻ ഒരു ഗൃഹസ്ഥനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് തന്റെ ഭൂസ്വത്തിനോടോ പത്നിയോടോ ആസക്തി ഉണ്ടായിരുന്നില്ല. വീട് വിട്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ പ്രവണത മനസ്സിലാക്കിയ പിതാവും മാതുലനും അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ പ്രത്യേക അംഗരക്ഷകരെ നിയോഗിച്ചിരുന്നെങ്കിലും അദ്ദേഹം അവരുടെ ജാഗ്രതയിൽ നിന്ന് രക്ഷപ്പെട്ട് ശ്രീചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ജഗന്നാഥപുരിയിലേക്ക് പോയി. ശകാബ്ദം 1439 AD 1517 ഈ സംഭവം. രഘുനാഥദാസ് ഗോസ്വാമി സ്തവമാല, സ്തവാവലി, ദാനചരിതം, മുക്തചരിതം എന്നീ 3 ഗ്രന്ഥങ്ങൾ രചിച്ചു. അദ്ദേഹം ദീർഘകാലം ജീവിച്ചു. ആ ജീവിതത്തിന്റെ ഏറിയ പങ്കും രാധാകുണ്ഡത്തിലായിരുന്നു. രഘുനാഥദാസ് ഗോസ്വാമി ഭക്തി സേവനം നിർവഹിച്ചിരുന്ന രാധാകുണ്ഡത്തിനോട് ചേർന്നുള്ള സ്ഥലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം മിക്കവാറും ഭക്ഷണം ഉപേക്ഷിച്ചിരുന്നതിനാൽ മെലിഞ്ഞുണങ്ങി അനാരോഗ്യവനായിരുന്നു. ഭഗവാന്റെ ദിവ്യനാമം ജപിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താവിഷയം. അദ്ദേഹം പൂർണ്ണമായും നിദ്രാരഹിതനാകുന്ന അവസ്ഥയിൽ എത്തുന്നതുവരെ ക്രമേണ ഉറക്കം കുറച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ എല്ലായ്പ്പോഴും കണ്ണുനീർ നിറഞ്ഞിരുന്നുവെന്ന് പറയപ്പെടുന്നു. ശ്രീനിവാസ ആചാര്യൻ രഘുനാഥദാസ് ഗോസ്വാമിയെ കാണാൻ പോയപ്പോൾ ഗോസ്വാമി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു. ശ്രീനിവാസ ആചാര്യൻ ബംഗാളിൽ പ്രചാരണം നടത്തുന്നതിന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം അഭ്യർത്ഥിക്കുകയും രഘുനാഥദാസ് ഗോസ്വാമി അത് നൽകുകയും ചെയ്തു. ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി മുമ്പ് രസമഞ്ജരി എന്ന് നാമമുള്ള ഗോപിക ആയിരുന്നുവെന്ന് ഗൗര ഗണോദശീപ ദീപിക 186 പറയുന്നു. അദ്ദേഹം രതിമഞ്ജരി ആയിരുന്നു എന്നും ചിലപ്പോൾ പറയപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു വൃക്ഷത്തിന് അനേകം ശാഖ ഉള്ളത്. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവുന്ന ഈ വൃക്ഷത്തിനും പല പല ശാഖകൾ, ഭക്തന്മാരാകുന്ന പല പല ശാഖകൾ, അനുയായികളുമായിട്ടുള്ള ശാഖകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 46ാമത്തെ ശാഖയാണ് ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി എന്ന ഈ ഷഡ് ഗോസ്വാമിയിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഗോസ്വാമി. അപ്പൊ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനും ആയിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ സുഖസൗകര്യവും ഉണ്ടായിട്ടും അതിനെ ത്യാഗം ചെയ്ത് ശരണം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. കാരണം നമുക്കറിയാം, നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ വളരെ എളുപ്പമായിട്ട് ഭഗവാനെ നമുക്ക് ആശ്രയിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ല. നമ്മൾ എന്തെങ്കിലും കഷ്ടം വരുമ്പോൾ നമുക്ക് ഭഗവാനെ എളുപ്പമായിട്ട് ആശ്രയിക്കാൻ തോന്നും. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാനെ ഓർക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ സുഖങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ഭഗവാനെ ഓർക്കോ? ഇല്ല. നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഭഗവാനെ പഴയ പറയും, അയ്യോ ഭഗവാൻ നിങ്ങളാണ് ഈ കഷ്ടം തന്നു. പക്ഷെ സുഖം വരുമ്പോൾ അപ്പൊ ഭഗവാനെ നമ്മൾ പ്രകീർത്തിക്കുക, അത് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ രഘുനാഥദാസ് ഗോസ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും ധനികനായ ഒരു മജുംദാർ, അത്രയും വലിയൊരു കായസ്ഥ ഒരു കുടുംബത്തിൽ, അത്രയും ബിസിനസ്സുകാരായിട്ടുള്ള ഫാമിലിയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം അദ്ദേഹത്തിന് എല്ലാ രീതിയിലും സുഖ സൗകര്യങ്ങളുണ്ടായിരുന്നു. വലിയൊരു എന്താ പറയാ, ധനവാനായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് നമ്മൾ അറിയുന്നത്. അപ്പൊ അദ്ദേഹം ജന്മമെടുത്ത സ്ഥലങ്ങളെ പറ്റി ഇതിൽ ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള സുഖങ്ങളും കൊടുത്തിട്ടും, കാരണം അച്ഛനും അദ്ദേഹത്തിന് അമ്മാവനൊക്കെ അറിയാൻ സാധിച്ചു ഇദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള സുഖങ്ങളോട് താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പല രീതിയിൽ അവരെ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കെട്ടാൻ ശ്രമിച്ചു. ഒരുപാട് സുഖ സൗകര്യം കൊടുക്കുകയും അദ്ദേഹത്തിന് ഒരു കല്യാണം കഴിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വിരക്തിയായിരുന്നു. കാരണം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായിട്ടും മുഴുകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇതൊക്കെ കളയുന്നതാണ്. എന്നിട്ടും അവരെന്ത് ചെയ്തു, അപ്പം ഇദ്ദേഹത്തിനെ ആക്ച്വലി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇദ്ദേഹം ഇവിടുന്ന് ഓടിക്കളയും, കാരണം ഒരു തവണ ഓടിക്കളഞ്ഞ് അവർ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. അപ്പൊ അതുപോലെ തന്നെ വീണ്ടും ഓടിക്കളയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും കുറെ ഭടന്മാരൊക്കെ വെച്ച് അദ്ദേഹം ഇരുത്തി. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു ദിവസം രാത്രി 6 വരെ അങ്ങനെ ഇറങ്ങിപ്പോയി ചൈതന്യ മഹാപ്രഭുവിൽ ആശ്രയം എടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്.
അപ്പം രഘുനാഥദാസ് ഗോസ്വാമി അദ്ദേഹം അവതരിച്ച ആ ഒരു കുടുംബവും വൈഷ്ണവന്മാരുടെ കുടുംബം ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതില് യദുനന്ദൻ ആചാര്യൻ എന്ന് പറഞ്ഞ ആചാര്യനാണ് അവരുടെ ആ ഫാമിലി പ്രീസ്റ്റ് അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ചെറുപ്പം മുതൽക്ക് അദ്ദേഹത്തിന് ഒന്നിനോടും ആസക്തി ഇല്ല. നമ്മൾ അദ്ദേഹത്തിന്റെ സ്വത്തിനോടോ അല്ലെങ്കിൽ അവരുടെ ആ പദവിയോടോ അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമൊന്നും അദ്ദേഹത്തിന് ആസക്തി ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ആഗ്രഹിച്ചത് എങ്ങനെ എനിക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനും. അങ്ങനെയാണ് അദ്ദേഹം വന്നിട്ട് നമുക്ക് പാനിഹാട്ടി എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ചൈതന്യമാർഗോട് കാര്യം എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിനെ പിടിച്ചു. നീ കള്ളനെ പോലെയാണ് ഒളിഞ്ഞു നോക്കുന്നത്, നീ ഇവിടെ വാന്ന് പറഞ്ഞ് വിളിച്ച് എനിക്കൊരു പനിഷ്മെന്റ് തരാന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഗ്രാമവാസികൾക്കും ചിടാദഹി ഇല്ലേ, നമുക്കറിയാം അല്ലേ, നമുക്ക് നമുക്ക് തൈരും അവലും വെച്ചൊരു വലിയ ഫെസ്റ്റിവൽ നമ്മൾ പാനിയാട്ടി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ നമുക്കറിയാം ഈ ലീലകൾ ഇതിൽ വരും ആക്ച്വലി ചൈതന്യത്തിൽ കുറച്ച് അങ്ങോട്ടേക്ക്. അപ്പൊ അതും രഘുനാഥദാസ് ഗോസ്വാമിയാണ് അത് അറേഞ്ച് ചെയ്തത് ആക്ച്വലി. അപ്പൊ അങ്ങനെയുള്ള രഘുനാഥദാസ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ പറ്റിയാണ് ഇവിടെ നമ്മൾ 46ാമത്തെ ബ്രാഞ്ചായിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ജഗന്നാഥ്പുരിയിൽ പോയി ഭഗവാൻ ചൈതന്യമാർഗോയിൽ ആശ്രയിച്ചു. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം 2-3 ഗ്രന്ഥങ്ങൾ വളരെ അദ്ദേഹം നമുക്ക് തന്നു. അപ്പൊ അതാണ് സ്തവാവലി, ദാനചരിതം, മുക്തചരിതം എന്ന 3 വളരെ ഗ്രന്ഥം എന്നുള്ളത് ഇത് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം ജഗന്നാഥ്പുരി പോയ ശേഷം പിന്നെയുള്ള പിൽക്കാലം അദ്ദേഹം രാധാകുണ്ഡത്തിലാണ് അദ്ദേഹം അവിടെ ജീവിതം അദ്ദേഹം സമർപ്പിച്ചത്. അവിടെ എപ്പോഴും നിരന്തരം അദ്ദേഹം ഇരുന്ന് ജപിക്കുകയും ഭഗവാനെ പറ്റി ഓർക്കുകയും ഉറക്കവും ഊണും ഇല്ലാതെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ ആശ്രയിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. അപ്പൊ നമുക്ക് ഇപ്പോഴും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് രഘുനാഥദാസ് ഗോസ്വാമിയുടെ സമാധിയൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. രാധാകുണ്ഡത്തിന് അടുത്തായിട്ട് നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ ലീലാ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാന്റെ അടുത്ത്. ഭഗവാന്റെ അടുത്തും ഭഗവാന്റെ ഈ പരിശുദ്ധ ഭക്തനോട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ഭക്തിയുടെ ഒരു കണികമെങ്കിലും എനിക്ക് തരണമേ ഉള്ള പരിശുദ്ധ ഭക്തി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് അത് പറയുന്നത്. കാരണം അങ്ങനെ പൂർണ്ണമായിട്ട് അദ്ദേഹം ആശ്രയിച്ച ഒരു വ്യക്തിയാണ് ഈ രഘുനാഥദാസ് ഗോസ്വാമി. കാരണം നമ്മൾ പറയുന്നത് എങ്ങനെയാണ് രഘുനാഥദാസ ഗോസ്വാമിയുടെ അദ്ദേഹത്തിന്റെ ത്യാഗ മനോഭാവം, റിനൻസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കല്ലിൽ നമ്മളൊരു വര വരച്ച ആ വര മായാത്തത്, അതുപോലെയാണ് രഘുനാഥദാസ ഗോസ്വാമിയുടെ ത്യാഗ മനോഭാവം എന്നാണ് ഇതില് നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇതിൽ പറയുന്നുണ്ട് ആക്ച്വലി ചൈതന്യമാർഗത്തിൽ. കാരണം ത്യാഗത്തിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് രഘുനാഥദാസ് ഗോസ്വാമി. കാരണം എന്തൊക്കെ കൊടുത്താലും അദ്ദേഹത്തിന് അതൊന്നും വേണ്ട, പൂർണ്ണമായിട്ടും ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എങ്ങനെയാണ്? അപ്പൊ ഭഗവാനെ നമുക്ക് തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഗുരുവിനെ ആശ്രയിച്ചാൽ മാത്രമാണ് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് നമുക്ക് രഘുനാഥദാസ് ഗോസ്വാമിയുടെ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് എങ്ങനെയാണോ നേരിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയിക്കാൻ ശ്രമിച്ചത്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് വന്ന് നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വന്നു. അപ്പം ആ നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് ആരാണ്? ആദ്യ ഗുരുവാണ് അല്ലെ. അപ്പൊ ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക, ഭഗവാനെ പ്രീതിപ്പെടുത്താനും സാധിക്കുക എന്ന ആ തത്വം കൂടി അദ്ദേഹം പറഞ്ഞു തരാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഉത്സാഹത്തോടെ അദ്ദേഹം പോയി എല്ലാ ഗ്രാമങ്ങളിലൊക്കെ പോയി അവിടെയുള്ള അടുത്തുള്ള കടകളിലൊക്കെ പോയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് കൂടുതലുള്ള കുറെ ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എല്ലാ കടകളിൽ നിന്നും ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഈ അവലും തൈരും പാലൊക്കെ എടുത്തിട്ട് അവർ വലിയൊരു ഫെസ്റ്റിവൽ ആയിട്ടാണ് ഇതിന് പാനിഹാട്ടി ചിത ദഹി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. മെയ് മാസം ജൂൺ മാസമൊക്കെയാണ് നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് എല്ലാ വർഷവും. അപ്പൊ ഇന്ന് നമുക്ക് ആ പാനിഹാട്ടി പറഞ്ഞ ഗ്രാമം അവിടെ മനോഹരമായിട്ടുള്ള ഗൗർദത്തായ വിഗ്രഹമുള്ള ഒരു ഇസ്കോൺ ക്ഷേത്രം നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. അവിടെ ഉണ്ട്, ഈ ഗംഗാ നദി തീരത്താണ് ഇതുള്ളത്. അപ്പം ഈ ഒരു പാനിഹാട്ടി ചിത ദഹി ഉത്സവത്തിനെ നമ്മൾ പലപ്പോഴും ദണ്ഡ മഹോത്സവം എന്നാണ് പറയുന്നത്. ദണ്ഡ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് പനിഷ്മെന്റ് അല്ലെ ആണ് അർത്ഥം. നമ്മൾ ഹിന്ദിയിൽ ദണ്ഡ, ബംഗാളിയിൽ പറയും. എന്തുകൊണ്ടാണ് പനിഷ്മെന്റ് എന്നാണ്? കാരണം ഇവിടെ പനിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാരെയും പ്രസാദം കഴിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പനിഷ്മെന്റ്. അപ്പൊ ആ പനിഷ്മെന്റിലൂടെ എന്ത് കിട്ടി? ചൈതന്യ മഹാപ്രഭുവിന് നിത്യാനന്ദ പ്രഭുവിനും കാരുണ്യം രഘുനാഥദാസ് ഗോസ്വാമി കിട്ടിയത് ഈ ഒരു ദണ്ഡ മഹോത്സവത്തിലൂടെയാണ് കിട്ടിയത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തന്മാരെയും നമ്മുടെ ആധ്യാത്മിക ഗുരുവര്യന്മാരെയും ആചാര്യന്മാരെയും ഒക്കെ പ്ലീസ് ചെയ്താൽ മാത്രമാണ് ഭഗവാനെ പ്ലീസ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും നമുക്ക് നേരിട്ട് പോയി ഭഗവാനെ സന്തോഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഭഗവാൻ തന്നെ പറയുന്നത് ആരാണ് എന്റെ ഭക്തൻ അദ്ദേഹമാണ് എന്റെ റിയൽ ആയിട്ടുള്ള ഭക്തൻ, അല്ലാതെ എന്റെ ഭക്തൻ എന്ന് പറയുന്നത് എന്റെ നേരിട്ടുള്ള ഭക്തൻ എന്ന് പറയുന്നത് എന്റെ ഭക്തനല്ല എന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. അർജുനന്റെ അടുത്ത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നത് ഏമേ ഭക്ത ജനപാർത്ത നമേ ജന ഭക്താംശ ഭക്താംശ ഏമേ ഭക്ത തമോ മത എന്ന് പറയുന്നത്. അപ്പം ആരാണ് എന്റെ ഭക്തന്റെ ഭക്തൻ, അദ്ദേഹമാണ് എന്റെ റിയൽ ആയിട്ടുള്ള ഭക്തൻ, അല്ലാതെ എന്റെ ഭക്തൻ നേരിട്ട് എന്റെ ഭക്തൻ എന്ന് പറയുന്ന ഭക്തനല്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്കും അതന്നെ പറയാം, യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാത് നാ ഗതി കുതോപി അല്ലെ. നമുക്ക് ഭഗവാനെ പ്ലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആധ്യാത്മിക ഗുരുവര്യനെ പ്ലീസ് ചെയ്യണം. അല്ലാതെ നമുക്ക് ആധ്യാത്മിക ഗുരുവര്യനെ പ്ലീസ് ചെയ്യാതെ ഒരിക്കലും ഭഗവാനെ നമുക്ക് ഒരിക്കലും പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പൊ രഘുനാഥദാസ് ഗോസ്വാമി അതുപോലെ തന്നെ
നിത്യാനന്ദ പ്രഭുവിനും ചൈതന്യ മഹാപ്രഭുവിനെയും പ്ലീസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഭഗവാനെ പ്ലീസ് ചെയ്തത്. അപ്പം അതാണ്. ഒരു ശ്ലോകം കൂടി എടുക്കാം. ശ്ലോകം 92. പ്രഭു സമർപ്പില്ല താൻറെ സ്വരൂപേര ഹാത്തേ പ്രഭുര ഗുപ്ത സേവ കൈല സ്വരൂപേര സാധേ. ശബ്ദാർത്ഥം: പ്രഭു ചൈതന്യ മഹാപ്രഭു സമർപ്പില്ല കൈമാറി താൻറെ അദ്ദേഹത്തെ സ്വരൂപേര സ്വരൂപ ദാമോദർ ഹാത്തെ കൈയിലേക്ക് പ്രഭുവിന്റെ ഗുപ്ത സേവ രഹസ്യ സേവനം കൈല ചെയ്തു. സ്വരൂപേര സ്വരൂപ ദാമോദരൻ സാധെ ഒപ്പം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ ചരണാരവിന്ദ ഭക്തി ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: രഘുനാഥദാസ ഗോസ്വാമി ജഗന്നാഥ്പുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനെ സമീപിച്ചപ്പോൾ മഹാപ്രഭു അദ്ദേഹത്തിന്റെ സംരക്ഷണം തന്റെ കാര്യദർശിയായ സ്വരൂപ ദാമോദരനെ ഏൽപ്പിച്ചു. അപ്രകാരം അവർ ഇരുവരും അവിടുത്തെ സ്വകാര്യ സേവനത്തിൽ മുഴുകി. ഭാവാർത്ഥം: ഈ ഗുപ്ത സേവനം മഹാപ്രഭുവിന്റെ വപു സേവനമായിരുന്നു. അവിടുത്തെ കാര്യദർശിയായി പ്രവർത്തിച്ചിരുന്ന സ്വരൂപ ദാമോദരൻ അവിടുത്തെ സ്നാനം, ഭക്ഷണം, വിശ്രമം, തിരുമൽ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും രഘുനാഥദാസ ഗോസ്വാമി സ്വരൂപ ദാമോദരനെ സഹായിക്കുകയും ചെയ്തു. ഫലത്തിൽ രഘുനാഥദാസ ഗോസ്വാമി മഹാപ്രഭുവിന്റെ സഹകാര്യദർശിയായി പ്രവർത്തിച്ചു. അപ്പം ഇവിടെ അങ്ങനെ രഘുനാഥദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ ജഗന്നാഥ്പുരിയിൽ പോയി സേവനം ചെയ്യാൻ ഇടയായി. ഇതിൽ പറയുന്നു. അപ്പം ഇവിടെ നിത്യാനന്ദ പ്രഭുവിന്റെ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം നിത്യാനന്ദ പ്രഭു ആണ് അദ്ദേഹത്തിനെ ചൈതന്യ മഹാപ്രഭു ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ ആ നിത്യാനന്ദ പ്രഭുവിന്റെ കാര്യം കൊണ്ട് എന്ത് പറ്റിയ അദ്ദേഹത്തിന് നേരിട്ട് ചൈതന്യ മഹാപ്രഭുവിന് സേവനം ചെയ്യാനുള്ള അവസരം ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം അപ്പം രഘുനാഥദാസ് ഗോസ്വാമി ജഗന്നാഥ്പുരിയിൽ വന്ന ഉടനെ തന്നെ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യദർശിയായിട്ടുള്ള സ്വരൂപ് ദാമോദർ ഗോസ്വാമി, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള സ്വരൂപ് ദാമോദർ ഗോസ്വാമി എന്ന് പറഞ്ഞ ആ ഭക്തനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നാണ് ചൈതന്യ മഹാപ്രഭുവിനെ സേവനം ചെയ്തത്. അപ്പം കാരണം അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള സേവനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ഉയർന്ന ഒരു ഭക്തന്മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം, നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ രഘുനാഥദാസ് ഗോസ്വാമിക്ക് അങ്ങനെ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടി. കാരണം അദ്ദേഹം ഈ ഒരു സ്വരൂപ ദാമോദർ ഗോസ്വാമിയെ അസിസ്റ്റ് ചെയ്യാനുള്ള സേവനമാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു വപു സേവനമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള സേവനം അറിയാം അല്ലെ? വപു സേവ, വാണി സേവ, രണ്ട് സേവ ഉണ്ട് അല്ലെ? അപ്പൊ വപു സേവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നമ്മളൊരു ആധ്യാത്മിക ആചാര്യനോ അങ്ങനത്തെ ഭക്തന്മാർക്ക് നമ്മൾ സേവനം ചെയ്യുന്നതാണ് വപു സേവ എന്ന് പറയുന്നത്. അപ്പം പിന്നെ വാണി സേവ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവരുടെ ഇൻസ്ട്രക്ഷൻസിനെ കേട്ടിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അല്ലെ? ഉപദേശങ്ങൾ കേട്ട് അതിനെ നമ്മൾ അനുവർത്തിക്കാൻ ശ്രമിക്കുകയും അതിനെ എങ്ങനെ എനിക്ക് അനുവർത്തിക്കാൻ ശ്രമിക്കുക, അതിനെ ബാക്കികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് വാണി സേവ. അപ്പം ഈ വപു സേവ, വാണി സേവ രണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരു ആധ്യാത്മിക ഒരു വര്യന്റെ വപു സേവ, അദ്ദേഹത്തിന്റെ ശരീരത്തിന് സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുന്ന നിർബന്ധമില്ല. പക്ഷെ വാണി സേവ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ ഗ്രന്ഥത്തിലൂടെയും അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സിലൂടെയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം അദ്ദേഹത്തിന്റെ റിയലി നമ്മൾ എന്തെങ്കിലും പ്ലീസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ വാക്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ഉദ്ധരിച്ച് അതിനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് റിയലി അദ്ദേഹത്തിന് പ്ലീസ് ചെയ്യാൻ സാധിക്കാം. അപ്പം ഇവിടെ നമുക്ക് ഇപ്പം ശീല പ്രഭുപാദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ വപു സേവ ചെയ്യാൻ ശ്രമിക്കുക, ഫിസിക്കൽ ആയിട്ടുള്ള സർവീസ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. കാരണം ഒരു ആധ്യാത്മിക ഒരു വര്യൻ ഇവിടെ ഈ ഒരു ഭൗതിക ലോകത്തിൽ അദ്ദേഹം നിൽക്കുന്നവരിക്കും നമുക്ക് സേവനം ചെയ്യാനുള്ള അവസരം കിട്ടും. അതെല്ലാവരും കിട്ടുന്ന നിർബന്ധമില്ല. കിട്ടുന്ന അവസരം നമ്മൾ ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വാണി സേവ. കാരണം നമ്മൾ ഒരു വര്യൻ ഈ ലോകം വിട്ട് വെടിഞ്ഞാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് എന്നെന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ആ വാക്കുകളെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നത്, ആ വ്യക്തിക്ക് ആധ്യാത്മിക ഗുരുവിന് ഈ ലോകത്തിൽ ഇല്ലെങ്കിൽ കൂടി അദ്ദേഹം എന്നെന്നും അദ്ദേഹത്തിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കാരണം അത് ശീലപ്രഭുപാദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ. ഇപ്പൊ ഒരു വ്യക്തിക്ക് ശീലപ്രഭുപാദിനെ നേരിട്ട് കാണാൻ പറ്റില്ല എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു വ്യക്തിയാണോ ശീലപ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നിരന്തരം ആത്മാർത്ഥമായിട്ട് അത് വായിക്കുന്നതും അതിനെ പ്രാവർത്തിയാക്കുന്ന വ്യക്തികൾക്ക് ശീലപ്രഭുപാദ് ആ ഗ്രന്ഥങ്ങളോട് ജീവിക്കുന്നു എന്നും അദ്ദേഹത്തിനോട് ഓരോ നിമിഷവും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ശീലപ്രഭുപാദം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് അങ്ങനെ അദ്ദേഹത്തിന് ഒരു വര്യന്മാരെ നമുക്ക് സേവനം ചെയ്യാനുള്ള അവസരം എപ്പോഴും കിട്ടുന്നില്ല. കിട്ടുന്ന പക്ഷം നമ്മൾ ഫിസിക്കൽ സർവീസ് എപ്പോഴും ചെയ്യാൻ ഓപ്ഷൻ കിട്ടുമ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അൾട്ടിമേറ്റ്ലി അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചത് ഏതിലാണ്? അവരുടെ ഇൻസ്ട്രക്ഷൻസിലാണ് അല്ലെ? ഉപദേശങ്ങളിലാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയാണ് ആ ഉപദേശങ്ങളെ ഫോളോ ചെയ്യുകയും അതിനെ പ്രാവർത്തിയാക്കുന്നത്, ആ വ്യക്തി എന്നെന്നും സ്പിരിച്വൽ മാസ്റ്ററിനെ പ്ലീസ് ചെയ്യുന്നു. അങ്ങനെ ആ ആധ്യാത്മിക ഗുരുവിനെ പ്ലീസ് ചെയ്യുന്ന ഒരു വ്യക്തി ഭഗവാനെയും ഭക്തന്മാരെ എല്ലാവരെയും പ്ലീസ് ചെയ്യും എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ. അപ്പം എനിക്ക് 5:45 ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ 1 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.
താങ്ക് യു മാതാജി. അപ്പം വേറെ ഡൗട്ടുകളൊന്നും ഇല്ല. വന്നു ചേർന്ന ഭക്തന്മാർക്ക് ഓക്കെ ബ്രോ. വിനീതമായി 93-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ശ്രീ ചേരുന്ന ചരിതാന്തം കി ജയ്, ശീല പ്രഭുപാദ കി ജയ്, സമവേത ഗൗരഭക്തവൃന്ദ കി. ഹരേ കൃഷ്ണ. പ്രണാമം താങ്ക് പ്രഭു. യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.